കേരള PSC 31/7/2023 നടത്തിയ ജൂനിയർ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യവും ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2023 ആണ്. ചോദ്യം 1. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. അതിൻ്റെ ഉത്തരം ബി ആണ്. 3 മാത്രമാണ് ബന്ധമില്ലാത്തത്, മറ്റെല്ലാം ബന്ധമുള്ളതാണ്. മൂന്നാമത്തെ ബി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 2. ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ ജോഡി രണ്ടാമത്തെ ഉത്തരം ബി ആണ്. 1 ഉം 3 ശരിയായ ജോഡി. 1, 3. ചോദ്യം 3. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ചോദ്യം 3. ഉത്തരം എ ആണ്. 2ഉം 3 ഉൾപ്പെടാത്തത്. ചോദ്യം 4. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് എഴുതുക. ചോദ്യം 4. ഉത്തരം സി ആണ്. മൂന്നാമത്തേതിന് ബന്ധമില്ല. ചോദ്യം 5. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണമല്ലാത്തവ എഴുതുക. ഉത്തരം എ ആണ്. 2ഉം 4ഉം ലോകമഹായുദ്ധത്തിൻ്റെ കാരണം അല്ലാത്തവയാണ്. എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 5ൻ്റെ ഉത്തരം എ ആണ്. 2ഉം 4ഉം ബന്ധമില്ല. ചോദ്യം 6. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഉത്തരം ഡി ആണ്, ബ്രസീൽ. ചോദ്യം 17. ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം 7. ഉത്തരം ബി ആണ്, രണ്ടാമത്തേത്. ചോദ്യം 8. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് എഴുതുക. ചോദ്യം 8. അതിൻ്റെ ഉത്തരം ബി ആണ്. 1ഉം 2ഉം ശരി. ചോദ്യം 9. സമുദ്ര തട പ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ വായിച്ചു തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. ചോദ്യം 9. ഉത്തരം ബി ആണ്. 1ഉം 2ഉം ശരി. ചോദ്യം 10. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് എഴുതുക. ചോദ്യം 10. ഉത്തരം ബി ആണ്. രണ്ടാമത്തേതാണ് ശരി അല്ലാത്തത്. ചോദ്യം 11. അപരദന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? ചോദ്യം 11. ഉത്തരം ശരിയായ ജോഡി എ ആണ്. ഒന്നാമത്തേതാണ് ശരിയായ ജോഡി. ചോദ്യം 12. ISROയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത് എഴുതുക. ചോദ്യം 12. ഉത്തരം സി ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ളത്. ചോദ്യം 13. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? നീതി ആയോഗ്. ചോദ്യം 13. ഉത്തരം ഡി ആണ്. ജനുവരി 1, 2015. ചോദ്യം 14. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായിരുന്നു? ചോദ്യം 14. ഉത്തരം എ ആണ്. ഹാരോഡ് ഡോമാർ മോഡൽ. ഹാരോഡ് ഡോമാർ മോഡൽ. ചോദ്യം 15. 2024 ലോക വ്യാപാര സംഘടന ഇവിടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം 2024? ഉത്തരം ബി ആണ്. UAE ആണ്. ചോദ്യം 16. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത്? ഉത്തരം എ ആണ്. MS സ്വാമിനാഥൻ. ചോദ്യം 17. സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി ആണ്. 2023-24 ബഡ്ജറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 18. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? ചോദ്യം 18. ഉത്തരം ബി ആണ്. കുമരകം. ചോദ്യം 19. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ചോദ്യം 19. ചോദ്യം 19ൻ്റെ ഉത്തരം ഡി ആണ്. മൂന്നാമത്തേതാണ് ശരിയായ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന.
ചോദ്യം 20. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതുക. ചോദ്യം 20. അതിൻ്റെ ഉത്തരം എ ആണ്. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ചോദ്യം 21. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം 21. ഉത്തരം ബി ആണ്, 4-ാമത്തേത്. ചോദ്യം 22. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ചോദ്യം 22. ഉത്തരം ഡി ആണ്. 1, 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 23. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ചോദ്യം 23. ഉത്തരം എ ആണ്, വകുപ്പ് 143. ചോദ്യം 24. ഹരിത കേരളം മിഷൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ? ഹരിത കേരളം മിഷൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തത്. ചോദ്യം 24. ഉത്തരം എ ആണ്, 2-ാമത്തേതാണ്. ചോദ്യം 25. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്ര? ചോദ്യം 25. ഉത്തരം സി ആണ്, 311 രൂപ. ചോദ്യം 26. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാഷ്ട്രങ്ങളും. ചേരുംപടി ചേർക്കുക. ചോദ്യം 26. അതിൻ്റെ ഉത്തരം ബി ആണ് ഉത്തരം. ചോദ്യം 27. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏതൊക്കെ? ചോദ്യം 27. ഉത്തരം ഡി ആണ്, 3ഉം 4ഉം. ചോദ്യം 28. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ചോദ്യം 28. എ ആണ്, ഉത്തർപ്രദേശ്. ചോദ്യം 29. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതുക. ചോദ്യം 29. ഡി ആണ് അതിൻ്റെ ഉത്തരം, 3-ാമത്തെ പ്രസ്താവനയാണ് തെറ്റായത്. ചോദ്യം 30. തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി ആണ്, എ ആണ് തെറ്റായ ജോഡി. ചോദ്യം 31. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ? ചോദ്യം 31. ഉത്തരം ബി ആണ്, പുനരവലോകന അധികാരം. പുനരവലോകന അധികാരമാണ്. ചോദ്യം 32. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. ചോദ്യം 32. ഉത്തരം ഡി ആണ്, 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 33. കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? ചോദ്യം 33. ഉത്തരം എ ആണ്, അൽഡോസ്റ്ററോൺ. ചോദ്യം 34. ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ചോദ്യം 34. ഉത്തരം ബി ആണ്, യൂറിതെർമൽ. ചോദ്യം 35. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏത്? ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം. ഉത്തരം എ ആണ്, കാല്. ചോദ്യം 36. ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ചോദ്യം 36. ഉത്തരം ഡി ആണ്, നമീബിയ. ചോദ്യം 37. പൂർണ്ണ ശയ്യാലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏത്? ചോദ്യം 37. എ ആണ്, ഡി ആണ് അതിൻ്റെ ഉത്തരം, ആശ്വാസ കിരണം. ചോദ്യം 38. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ചോദ്യം 38. ഉത്തരം സി ആണ്, കാൻഡല. ചോദ്യം 39. പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ബി ആണ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ചോദ്യം 40. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് ഡാഷ്. ഉത്തരം സി ആണ്, വികിരണം. ചോദ്യം 41. ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും
ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കാണുന്നതിനുമാണ് നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിൻ്റെ രൂപത്തിലുള്ള റോബോട്ടിൻ്റെ പേര് എന്ത്? ചോദ്യം 41. ഉത്തരം ബി ആണ്, EELS. ചോദ്യം 42. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഡാഷ്. ഉത്തരം എ ആണ്, ഖരരൂപം വാതക രൂപമായി മാറുന്നു. ചോദ്യം 43. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ഏത്? ചോദ്യം 43. ഉത്തരം എ ആണ്, ചാൾസ് നിയമം. ചോദ്യം 44. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ചോദ്യം 44. ഉത്തരം ഡി ആണ്, സൾഫ്യൂറിക് ആസിഡ്. ചോദ്യം 45. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏത്? ചോദ്യം 45. ഉത്തരം എ ആണ്, മീഥൈൻ. ചോദ്യം 46. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം സി ആണ്, ശ്രീ നാരായണ ഗുരു. ചോദ്യം 47. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം എ ആണ്, ഇടപ്പള്ളി. ചോദ്യം 48. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര്? ചോദ്യം 48. ഉത്തരം ബി ആണ്, KM ബീനാമോൾ. ചോദ്യം 49. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ആര്? ചോദ്യം 49. ഉത്തരം ഡി ആണ്, ടി പത്മനാഭൻ. ചോദ്യം 50. പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ആണ്, ഭരതനാട്യം. ചോദ്യം 51. രവിയുടെയും സജിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4. 3 വർഷം മുമ്പ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആയിരുന്നുവെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം ഡി ആണ്, 6 വയസ്സ്. ചോദ്യം 52. 2 + 4 + 6 + 8 ഡാഷ് +100 സമം ഡാഷ്. ഉത്തരം സി ആണ്, 2550. ചോദ്യം 53. എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഒരുമിച്ച് ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ബി തനിച്ച് ആ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ചോദ്യം 53. ഉത്തരം എ ആണ്, 15 ദിവസം. ചോദ്യം 54. അഷ്ടഭുജത്തിന് എത്ര വികർണങ്ങൾ വരയ്ക്കാം? ചോദ്യം 54. ഉത്തരം സി ആണ്, 20 വികർണങ്ങൾ വരയ്ക്കാം. ചോദ്യം 55. ഒരാൾ തൻ്റെ വാച്ച് 6% നഷ്ടത്തിന് വിറ്റു. അയാൾ വാച്ച് 8% ലാഭത്തിന് വിൽക്കുകയായിരുന്നുവെങ്കിൽ അയാൾക്ക് 84 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു എങ്കിൽ വാച്ചിൻ്റെ വാങ്ങിയ വില എത്ര? ഉത്തരം എ ആണ്, 600 രൂപ. ചോദ്യം 56. ഒരു പ്രത്യേക കോഡ് എന്നത് XLWV എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ ഏത് വാക്കാണ് GVZXV1 എന്ന കോഡിന് സമാനമായിരിക്കുന്നത്? ചോദ്യം 56. ഉത്തരം സി ആണ്, ടീച്ചർ. ചോദ്യം 57. ചോദ്യം 57ൻ്റെ ഉത്തരം എ ആണ്, 1100. ചോദ്യം 58. ഒരു ക്ലോക്കിലെ സമയം 7 മണിക്കൂർ 45 മിനിറ്റ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ചോദ്യം 58. ഉത്തരം സി ആണ്, 4 മണിക്കൂർ 15 മിനിറ്റ്. ചോദ്യം 59. 4210 ഒരു പൂർണ്ണവർഗമാക്കാൻ അതിനോടുകൂടി ഏത് സംഖ്യ കൂട്ടണം? ചോദ്യം 59. ഉത്തരം സി ആണ്, 15 കൂട്ടണം. ചോദ്യം 60. ഒറ്റയാനെ കണ്ടെത്തുക. 6, 24, 30, 42, 60. ചോദ്യം അതിൻ്റെ ഉത്തരം സി ആണ്, 30. ചോദ്യം 61. റീഅറേഞ്ച്ഡ് ദി ജംബിൾഡ് സെൻറ്റൻസ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ചോദ്യം 61. ഉത്തരം ഡി ആണ്, CABD. ചോദ്യം 62. സ്റ്റേ ഓൺ യുവർ ടോസ് മീൻസ്. ചോദ്യം 62. ഉത്തരം ബി ആണ്, ബി അലർട്ട്. ചോദ്യം 63. സിംറ്റോമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ എ ഡിസീസ് ഈസ് ഡാഷ്. ചോദ്യം 63. ഉത്തരം സി ആണ്, പൊഡ്ഗോമാൾ. ചോദ്യം 64. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ആർ കറക്റ്റ്ലി സ്പെൽറ്റ്? ചോദ്യം 64. അതിൻ്റെ ഉത്തരം സി ആണ്, 2ഉം 4ഉമാണ് കറക്റ്റ്. ചോദ്യം 65. ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ് ഡാഷ്. ഉത്തരം ഡി ആണ്, ഡു ദേ. ചോദ്യം 66. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. ഹീ എക്സ്ക്ലൈമഡ്. ചോദ്യം 66. അതിൻ്റെ ഉത്തരം ഡി ആണ്,
ഹീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. ചോദ്യം 67. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ കൺസ്ട്രക്ഷൻ. ചോദ്യം 67. ഉത്തരം ബി ആണ് ഈസ്. ചോദ്യം 68. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. ഉത്തരം എ ആണ് ഹീ വിസിറ്റഡ് അമേരിക്ക ലാസ്റ്റ് വീക്ക്. ചോദ്യം 69. UNDAC ഈസ് ദി അബ്രിവേഷൻ. അതിൻ്റെ പൂർണ്ണരൂപം. ചോദ്യം 69. ഉത്തരം ബി ആണ് യുണൈറ്റഡ് നേഷൻ ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോഓർഡിനേഷൻ. ചോദ്യം 70. ദ ആൻറ്റോണിംസ് ഓഫ് ഫെസിലിറ്റേറ്റ് ഈസ് ഡാഷ്. ചോദ്യം 70. ഉത്തരം എ ആണ് ഇംപെയർഡ്. ചോദ്യം 71. പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ. ചോദ്യം 71. ഉത്തരം ബി ആണ് പക്ഷി, മൃഗം, ആദി ആയവ. ചോദ്യം 72. താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദം ഏത്? ചോദ്യം 72. ഉത്തരം ബി ആണ് ദ്രോണർ. ചോദ്യം 73. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. ചോദ്യം 73. ഉത്തരം എ ആണ് നിറവറ, എരുതി, ഉരക്കല്ല്. ചോദ്യം 74. ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏത്? ചോദ്യം 74. ഉത്തരം എ ആണ് ഇള. ചോദ്യം 75. കൂട്ടത്തിൽപ്പെടാത്ത ജോഡി ഏത്? ചോദ്യം 75. ഉത്തരം സി ആണ് ജ്ഞാനം, വിജ്ഞാനം. ചോദ്യം 76. ഇറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ചോദ്യം 76. ഉത്തരം എ ആണ് അല്പം വസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. ചോദ്യം 77. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിന് സമാനമായ പ്രയോഗമാണ് ഡാഷ്. ചോദ്യം 77. ഉത്തരം ഡി ആണ് ഭഗീരഥ പ്രയത്നം. ചോദ്യം 78. പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ചോദ്യം 78. ബി ആണ് അതിൻ്റെ ഉത്തരം പരിമാണികം. ചോദ്യം 79. ശരിയായ വാക്യപ്രയോഗം എഴുതുക. ശരിയായ വാക്യപ്രയോഗം എഴുതുക. ഉത്തരം ബി ആണ് അധ്യാപകൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു. അതാണ് ശരി. ചോദ്യം 80. ഞായർ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ചോദ്യം 80. ഉത്തരം എ ആണ് സുധാകരൻ. ചോദ്യം 81. എക്സ്പാൻഷൻ ഓഫ് SSD. ചോദ്യം 81. ഉത്തരം ഡി ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ചോദ്യം 82. വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കമ്പൈൻ ടെസ്റ്റ്. ചോദ്യം 82. ഉത്തരം ബി ആണ് ആംപർസൻഡ് സൈൻ. ചോദ്യം 83. CHMOD കമാൻഡ് ഇൻ ലിനക്സ് യൂസ്ഡ് ഫോർ ഡാഷ്. ചോദ്യം 83. ഉത്തരം എ ആണ് ചേഞ്ച് ഫയൽ മോഡ്. ചോദ്യം 84. വിച്ച് വൺ ഈസ് നോട്ട് എ വെബ് ബ്രൗസർ. ചോദ്യം 84. ഉത്തരം സി ആണ് ഔട്ട്ലുക്ക്. ചോദ്യം 85. വിച്ച് ഫീച്ചർ എനേബിൾസ് ടു സെൻഡ് സെയിം ലെറ്റർ ടു ഡിഫറൻറ്റ് പേഴ്സൺ. ചോദ്യം 85. ഉത്തരം എ ആണ് മെയിൽ മെർജ്. ചോദ്യം 86. വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ടു കളർ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഇറ്റ് വാല്യൂ. ചോദ്യം 86. ഉത്തരം ബി ആണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ചോദ്യം 87. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സൈബർ സെക്യൂരിറ്റി. ചോദ്യം 87. ഡി ആണ് അതിൻ്റെ ഉത്തരം. ഇൻഫർമേഷൻ ഓൾ ഓഫ് ദി എബോവ്. ചോദ്യം 88. എക്സ്പാൻഷൻ ഓഫ് SSL. ചോദ്യം 88. സി ആണ് അതിൻ്റെ ഉത്തരം. സെക്യൂർ സോക്കറ്റ് ലെയർ. ചോദ്യം 89. എൻഡ് കീ ഇൻ വേഡ് ആപ്ലിക്കേഷൻ ഈസ് യൂസ് ടു മൂവ് ദി കർസർ ടു ഡാഷ്. 89. ഉത്തരം എ ആണ് എൻഡ് ഓഫ് ദി ലൈൻ. ചോദ്യം 90. ഡാഷ് ഫീച്ചർ ഫൈൻഡ് ദി റൈറ്റ് ഇൻപുട്ട് ഫോർ ദി വാല്യൂ വി വാണ്ട്. ചോദ്യം 90. ഉത്തരം സി ആണ് ഗോൾ സീക്ക്. ചോദ്യം 91. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ് ഇൻ എക്സൽ. ചോദ്യം 91. അതിൻ്റെ ഉത്തരം ബി ആണ് ആവറേജ്. ചോദ്യം 92. Ctrl+V ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ഇൻ വേർഡ് ഫോർ ഡാഷ്.
92. ഉത്തരം ഡി ആണ്, നൺ ഓഫ് ദി എബവ്. ചോദ്യം 93. വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ഇൻ എക്സൽ ഫോർമുലാസ് ഫോർ അബ്സല്യൂട്ട് സെൽ റോ കോളം റെഫറൻസ്? ചോദ്യം 93. ഉത്തരം എ ആണ്, ഡോളർ സൈൻ. ചോദ്യം 94. വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ് ടു സ്റ്റാർട്ട് എ പ്രസൻറ്റേഷൻ ഫ്രം ദി ബിഗിനിങ്? ചോദ്യം 94. ഉത്തരം ഡി ആണ്, F5. ചോദ്യം 95. വിച്ച് വ്യൂ ഇൻ പവർ പോയിൻ്റ് അലൗസ് യു ടു ആവറേജ് ആൻഡ് മോഡിഫൈ ദി ഓർഡർ ഓഫ് യുവർ സ്ലൈഡ്സ്? ചോദ്യം 95. ഉത്തരം ബി ആണ്, സ്ലൈഡ്സ് സോർട്ടർ വ്യൂ. ചോദ്യം 96. വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് PNG? ചോദ്യം 96. ഉത്തരം എ ആണ്, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. ചോദ്യം 97. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെക്ഷൻ ബ്രേക്ക് ഓപ്ഷൻ? ചോദ്യം 97. ഉത്തരം ബി ആണ്, പ്രീവിയസ് പേജ്. ചോദ്യം 98. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ SQL. ചോദ്യം 98. ഉത്തരം ഡി ആണ്, അപ്ഡേറ്റ്. ചോദ്യം 99. വിച്ച് ഈസ് നോട്ട് എ വാലിഡ് ഡേറ്റ ടൈപ്പ് ഇൻ MS ആക്സസ് ടേബിൾ? ചോദ്യം 99. ഉത്തരം ബി ആണ്, വാക്ചർ. ചോദ്യം 100. പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആർ? ഉത്തരം സി ആണ്, പേജ് ഓറിയൻറ്റേഷൻ. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.